ഹലോ മുച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മുടെ കഥാനായികയായിട്ടുള്ള പോലീസുകാരിയായിട്ടുള്ള ജെന്നി ജീവിതം അടുത്തു, ഇനി വേണ്ട എന്ന് കരുതിയിട്ട് ഒരു നദിയുടെ തീരത്ത് നിന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പെട്ടെന്നൊരു പെൺകുട്ടിയും അവളുടെ കൂടെ കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഇവരെന്തോ ഒന്ന് കണ്ട് ഭയന്ന് ഒരേറ്റ ഓട്ടം ഓടുകയാണ്. ഈ ഒരു ബഹളം കേട്ട് ജെന്നി പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ ദാണ്ടെ കിടക്കുന്നു അവിടെ ഒരു ഡെഡ് ബോഡി. എന്തായാലും ജീവിതം അടുത്തു, അത് തീർക്കാമെന്ന് കരുതിയ ജെന്നി പിന്നീട് ചെന്ന് പെട്ടത് വലിയൊരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യത്തിന്റെ മുന്നിലേക്കാണ്. ബട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഏത് രീതിയിലും അതിന്റെ ചുരുളുകൾ അഴിക്കാൻ കഴിയുന്ന ജെന്നി ആരാണ് കില്ലർ എന്നുള്ളത് തേടി തേടി പോവുകയാണ്. ഇത് അവളുടെ ഒരു പേഴ്സണൽ റിവെഞ്ച് ആക്കി എടുക്കുകയാണ്. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. അതുപോലെ തന്നെ ആ സൈക്കോപാത്ത് അവന്റെ ആ ഒരു സൈക്കോസിന്റെ ലെവല് അവസാനം ഇവർ കാണുന്നുണ്ട്. ശരിക്കും അത് കണ്ട് ഇവർ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇത്രത്തോളം ഒരു മനുഷ്യന് ഭ്രാന്തനാവാൻ കഴിയും. ഓക്കെ, എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയി കഥയിലൂടെ തന്നെ മനസ്സിലാക്കാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു പഴയ കെട്ടിടം കാണിക്കുകയാണ്. അവിടെയൊന്നും ആരുമില്ല. ഒറ്റപ്പെട്ട ആ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലായിട്ട് പഴകിയ ഒരുപാട് വസ്തുക്കളുണ്ട്, ഒരുപാട് ഗ്ലാസിന്റെ കുപ്പികളുണ്ട്. ഇതിനിടയിലായിട്ട് ഒരു വീൽ ചെയർ വീണ് കിടക്കുന്നത് കാണുകയാണ്. ആ വീൽ ചെയറിൽ ഒരു സ്ത്രീയെ കെട്ടിവെച്ചിരിക്കുന്ന. ആരാണ് ആ സ്ത്രീ? അവർക്ക് എന്താ സംഭവിച്ചത്? ഏതാണ് ഈ സ്ഥലം? ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക? ഇതെല്ലാം അറിയുന്നതിന് മുന്നേ നമുക്കൊരു 5 ദിവസം പിന്നിലേക്ക് ചെല്ലാം. ഇതൊരു ന്യൂ ഇയർ ദിവസമാണ്. അതിന്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഈ ഒരു സന്തോഷത്തിലൊന്നും പങ്കുചേരാതെ ഒരാൾ വളരെയധികം ദൂരത്തേക്ക് മാറി വന്നിരിക്കുകയാണ്. നമ്മുടെ കഥാനായികയായിട്ടുള്ള ജെന്നി. അവളുടെ കാറിൽ ഭയങ്കര ശോകമായിട്ട് ഡിപ്രഷൻ അടിച്ചുകൊണ്ട് കയ്യിലൊരു തോക്കും വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് അവളുടെ ജീവിതത്തിനാകെ മടുത്തിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് തന്നെ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. കണ്ണുകൾ നിറയുന്നുണ്ട്. അവളുടെ തലയിലേക്ക് ആ ഒരു ഗണ്ണ് വെച്ച് അവൾ ഫയർ ചെയ്യാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ആരൊരാൾ വന്നിട്ട് കാറിന്റെ ഗ്ലാസ്സിൽ അടിക്കുകയാണ്. ഉള്ളിൽ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ആയതുകൊണ്ട് തന്നെ ജെന്നി പെട്ടെന്നൊന്നും കൂടെ പേടിച്ചുപോയി. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ചെറുതായിട്ടൊന്ന് തെന്നിപ്പോവാണ്. ബുള്ളറ്റ് നേരെ ചെന്നിട്ട് കാറിന്റെ മുകളിലൂടെ കയറുകയാണ്. ആരാണ് ഈ ഗ്ലാസിന് തട്ടിയത് എന്ന് കരുതി ജെന്നി ആ ഒരു ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഓടുകയാണ്. സൂക്ഷിച്ചു നോക്കിയ സമയത്ത് പെൺകുട്ടി മാത്രമല്ല, കൂടെ തന്നെ ഒരു 3-4 ചെക്കന്മാര് ഓടുന്നുണ്ട്. ന്യൂ ഇയറിന് വെള്ളടിച്ച് കൂത്താടാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ആ പുഴക്കരയിലായിട്ട് എന്തോ ഒന്നിനെ അവർ കണ്ടിട്ടുണ്ട്. അത് കണ്ട് പേടിച്ചിട്ടാണ് ഇവർ ഓടുന്നത്. ഇത് മനസ്സിലാക്കിയ ജെന്നി ടോർച്ചും അതുപോലെ തന്നെ കയ്യിൽ ഗണ്ണുമായിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. അപ്പൊ ആ ഒരു കെട്ടിടങ്ങൾക്ക് ഇടയിലായിട്ട് ഒരു ഡെഡ് ബോഡി കാണുകയാണ്. ഒരിക്കലും ജെന്നി പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. ജീവിതം മതി, ഇത് നിർത്ത എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ അവൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. പെട്ടെന്ന് തന്നെ പോലീസുകാരെ വിളിച്ച് ഇൻഫോം ചെയ്യാണ്. ചീഫ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുന്നേ തന്നെ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരു പെൺകുട്ടിയുണ്ട്, ചോയ്. അവള് വന്ന് അത്യാവശ്യം എടുത്ത കാര്യങ്ങളും ഇതൊക്കെ നോക്കി മനസ്സിലാക്കി. അപ്പൊ ഇത് ആദ്യമായിട്ട് കണ്ടത് ആ ഒരു ചെറുക്കന്മാരും കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഈ ചെറിയ പെണ്ണായിട്ടുള്ള ചോയ്. ഇപ്പൊ പോലീസിൽ ചേർന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോ ഈ സാക്ഷിയായിട്ടുള്ള ഈ വെള്ളടിക്കാൻ വന്ന പെൺകുട്ടി കണ്ട ചില കാര്യങ്ങൾ ചോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോയ് അത് അതുപോലെ തന്നെ ചീഫ് ഓഫീസറോട് പറയാണ്. ഇവർ ഈ ഒരു ബോഡി കണ്ട് പേടിച്ച് ഓടി വന്നത് നമ്മുടെ ജെന്നി ഇരിക്കുന്ന ആ ഒരു കാറിന്റെ അടുത്തേക്കാണ്. അപ്പോ ഈ പേടിച്ചു വന്ന പെൺകുട്ടി കണ്ടത് ജെന്നി കാറിൽ ഒരു ഗണ്ണ് മാറ്റിയിരിക്കുന്നതാണ്. ഇത്രേ നമ്മുടെ ചീഫ് ഓഫീസർക്ക് കിട്ടിയുള്ളൂ. പക്ഷെ അതിലൂടെ തന്നെ ചീഫ് ഓഫീസർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇപ്പൊ ജെന്നിയെ വിളിച്ചുകൊണ്ട് അവളുടെ കാറിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ കാറിന്റെ മുകളിലായിട്ട് 2 ഹോള് കാണുന്നുണ്ട്. ഒരു ഹോള് ഓക്കെ മനസ്സിലാകും, അതിപ്പോ നമ്മുടെ ജെന്നിയുടെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. പക്ഷെ മറ്റേ ഹോള് അത് ഏതാണ്? എന്നാൽ ആ ഹോള് വെറൊരു ഹോളായിട്ടല്ല, അതിന്റെ ചുറ്റുമായിട്ട് രക്തത്തിന്റെ കറ കൂടെയുണ്ട്. എന്തായാലും ജെന്നി ഇതിന്റെ ഉള്ളിലേക്ക് വന്നത് ആത്മഹത്യ ചെയ്യാനാണെന്ന് മനസ്സിലായി ഈ ഓഫീസർ അവളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാണ്. എന്തിനാണ് വെറുതെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാൻ നോക്കുന്നത്? ഒരുപാട് ഇനിയും ബാക്കിയില്ലേ? അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ആ ഒരു കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവളുടെ ഹസ്ബൻഡ് ഇതേ കാറിൽ വെച്ച് തന്നെ സൂയിസൈഡ് ചെയ്തതാണ്. അതാണ് ആദ്യത്തെ ഹോള് കാണുന്നത്. അവളുടെ ഹസ്ബൻഡും ഇതുപോലെ പോലീസിലായിരുന്നു. എന്നാൽ വർക്ക് പ്രഷർ, അതിന്റെ ബാക്കിയുള്ള ആ ഒരു പ്രശ്നങ്ങൾ എല്ലാം കൂടി ആയ സമയത്ത് അവന് ഡിപ്രഷനും ബാക്കിയുള്ള പ്രോബ്ലവും എല്ലാം കൂടി വന്നിട്ട് അവൻ മതിയാക്കിയതാണ് ലൈഫ്. എന്തായാലും ഭർത്താവിന്റെ മരണശേഷം ജെന്നി പിന്നീട് വീട്ടിലേക്ക് പോയിട്ടില്ല. ഈ കാറിൽ തന്നെയാണ് കുടിക്കലും കിടക്കലും എല്ലാമായിട്ട്. അങ്ങനെ അവളും ആ ഒരു ഡിപ്രഷന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ വന്നിരിക്കുകയാണ്. മാത്രമല്ല അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവൾക്ക് അത്ര ഇഷ്ടമായിരുന്നു. അവൻ പോയതൊട്ടും സഹിക്കാനും കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജെന്നി അവളുടെ ആ ഒരു ലൈഫ് മതിയാക്കാന്ന് വെച്ചത്. എന്തായാലും സംഗതി പാളിപ്പോയി. ഇതേപോലെ ഒരു കേസ് വന്ന് പെട്ടിട്ടുണ്ട്. ജെന്നി അതുപോലെ തന്നെ അവിടെ എത്തിയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച ആ ഒരു പുതിയ ഓഫീസർ ആയിട്ടുള്ള നമ്മുടെ ചോയ്, ഇവർ രണ്ടുപേരെയും ചീഫ് ഓഫീസർ വിളിക്കുകയാണ്. എന്നിട്ടൊരു കാര്യം ഇവരങ്ങടെ ഏൽപ്പിക്കുകയാണ്. ആരാണ് ആ പെൺകുട്ടി, ആരാണ് അവളെ കൊന്നത്, ഇതിന്റെ A to Z എല്ലാ കാര്യങ്ങളും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കണ്ടുപിടിക്കണമെന്ന്. പുതിയ പെൺകുട്ടിക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആവുമെങ്കിൽ നമ്മുടെ ജെനിക്ക് അവളുടെ മൈൻഡ് ഒന്ന് മാറും. ആ ഒരു രീതിയിലാണ് ചീഫ് ഇത് കൊടുക്കുന്നത്. എന്ന് ആദ്യമൊക്കെ ജെന്നി ഇതിനെ എതിർക്കാണ്, ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. പക്ഷേ ചീഫ് ഓഫീസർ അല്ലേ, പറയുന്നത് വിസമ്മതിക്കാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ അവസാനം ജെന്നി ഈ ഒരു കേസ് ഏറ്റെടുക്കുകയാണ്. ഒന്ന് നോക്കിയേ, ജീവൻ കളയാൻ നേരത്ത് ഇതുപോലൊരു കേസിലേക്ക് നമ്മുടെ ജെന്നി വന്ന് പെട്ടിരിക്കുകയാണ്. എന്തായാലും ജെന്നി ഇത് കാര്യമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ ഈ കഥയിലെ മറ്റൊരു കഥാപാത്രത്തെ കാണിക്കുകയാണ്. ജുവാൻ, അതാണ് അവന്റെ പേര്. ഒരു ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യാണ്. പക്ഷെ അവന്റെ യഥാർത്ഥ ജോബ് അതൊന്നുമല്ല. ഇവരുടെ ഈ ഒരു രാജ്യം ഉണ്ടല്ലോ, ഇതിന്റെ തൊട്ട് അയൽ രാജ്യം
കാഴ്ചയുണ്ട്. അവിടെ നിന്നും അഗതികളായിട്ട് ഇങ്ങോട്ടേക്ക് സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും ഒരുപാട് വരുന്നുണ്ട്. അവർക്ക് ഫേക്ക് ആയിട്ടുള്ള പാസ്പോർട്ട്, അവിടെ ID കാർഡുകൾ, അതുപോലെ തന്നെ ജോലി, ഇതെല്ലാം ശരിയാക്കി കൊടുക്കുന്ന ആളാണ് ഈ ഒരു ജുവാൻ. വെറുതെ അല്ല, കാശ് മേടിച്ചിട്ടാണ് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത്. അതാണ് അവന്റെ മെയിൻ തൊഴിൽ. എന്നാൽ പബ്ലിക്കിൽ അല്ലെങ്കിൽ പോലീസുകാരുടെ മുന്നിൽ ഇതൊരു തൊഴിലാന്ന് പറഞ്ഞ് നടക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ താൽക്കാലികമായിട്ട് ഡെലിവറി ജോബ് എന്നുള്ള പേരിലാണ് ഇവ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ജുവാൻ ഒരു കൂട്ടുകാരനുണ്ട്. തൽക്കാലം നമുക്ക് അവനെ ഡ്രൈവർ എന്ന് വിളിക്കാം. അപ്പൊ ഈ ഡ്രൈവർക്ക് ഒരു കാറുണ്ട്. ഈ കാറ് അവൻ ഓടിക്കാതെ കുറച്ച് ദിവസം ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ രണ്ടാമത് വന്ന് നോക്കുന്ന സമയത്ത് എന്തോ സിഗ്നലിന് റോങ് ആയിട്ട് പോയിട്ട് ഫൈന് വന്നിരിക്കുകയാണ്. എന്നാൽ ആ ഡ്രൈവർ അല്ല കാർ ഓടിച്ചത്, ഏൽപ്പിച്ചു പോയത് ജുവാനെയാണ്. അതുകൊണ്ട് ഇനി കൂട്ടുകാരൻ ഡ്രൈവർ വന്നിട്ട് ജുവാനെ പൊലഞ്ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ, കാർ എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ അത് മര്യാദക്ക് ഓടിക്കണം. റോങ് സൈഡിൽ പോയിട്ട് റോങ് സിഗ്നലിൽ പോയിട്ട് ഇതുപോലെ ഫൈന് വരുന്നത് എനിക്കാടാ. വണ്ടീന്റെ അടവടക്കാൻ വരെ പൈസ തികയുന്നില്ല. അതിന്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയാ ചെന്ന് ഈ ഫൈനും കൂടെ അടക്കുക? അതും പറഞ്ഞ് ജുവാൻ ഈ ഒരു ഡ്രൈവർ ഭയങ്കരമായിട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് ജുവാനും ദേഷ്യം വരുന്നുണ്ട്. നീ എന്താണ് ഈ പറയുന്നത്? നിന്റെ കാർ ഞാൻ തൊട്ടിട്ടന്നില്ല, വെറുതെ കിടന്ന് ചൊറിയാൻ നിൽക്കല്ലേ, മര്യാദക്ക് പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ ഇവിടെയാണ്. ഡ്രൈവറും ഇനിയിപ്പോ പൈസ ഉണ്ടാക്കണല്ലോ, ഫൈന് വന്നില്ലേ, എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് പൈൻ്റെ വഴികൾ നോക്കി പോകണം. അങ്ങനെ രാത്രി ഇപ്പൊ ജുവാനും അവന്റെ കുറച്ച് കൂട്ടുകാരും കൂടിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പഴയ ലവർ ഈ ഒരു ജുവാൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ രാജ്യത്തുള്ള ആളല്ല, അഗതിയായിട്ട് ഈ നാട്ടിലേക്ക് വന്ന ആളാണ്. അവൾക്ക് വേണ്ടിയിട്ടുള്ള ഫേക്ക് IDകൾ, പാസ്പോർട്ട്, ജോബ് എല്ലാം ശരിയാക്കി കൊടുത്തത് ജുവാനാണ്. മാത്രമല്ല അവരുടെ ഇടയിൽ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് കമീറോ എന്നാണ്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഈ കമീറയെ കാണാനില്ല. അവൾ എങ്ങോട്ടാ പോയെന്ന് അറിയുന്നില്ല, മുങ്ങിക്കളഞ്ഞതാണ്, അതവന് ഉറപ്പാ. പക്ഷെ എന്തോ അവളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രണയ നൈരാശ്യം നമ്മുടെ ഈ ഒരു ജുവാന്റെ ഉള്ളിലുണ്ട്. ഇവിടെ സീൻ കട്ടായിട്ട് മോർച്ചറിയിൽ കാണിക്കുകയാണ്. ജെന്നി അതുപോലെ തന്നെ ചോയും ഉണ്ട്. ഇവർ ആ ഒരു ബോഡിയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിയുടെ പേര് അത് മനസ്സിലായി. കമീറോ എന്നാണ് അവളുടെ പേര്. മറ്റാരുമല്ല, നമ്മൾ ഇത്രയും നേരം കണ്ട ജുവാൻ ഉണ്ടല്ലോ, അവൻ സ്നേഹിച്ച അഗതിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടി തന്നെ. എന്നാൽ അവള് മരണപ്പെട്ട വിവരം ജുവാൻ ഇതുവരെയായിട്ടും അറിഞ്ഞിട്ട് തന്നെയില്ല. അങ്ങനെ ഈ കമീറോയുടെ ബോഡി ഉണ്ടല്ലോ, ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ ഇവരോടൊരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഈ പെൺകുട്ടിയുടെ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് C ഷേപ്പിൽ, അതായത് ഒരു അർദ്ധവൃത്താകൃതിയിൽ ഒരു മുറിവുണ്ട്. അതുപോലെ തന്നെ കമീറയുടെ നെഞ്ചിലായിട്ട് പഴയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. വ്യക്തമായിട്ട് മനസ്സിലാവുന്നൊന്നുമില്ല. പിന്നെ അവളുടെ മോതിര വിരൽ അത് മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള 9 വിരലുകൾ, ആ 9 വിരലുകൾക്കും ഫിംഗർ പ്രിന്റ്, അതിന്റെ പാടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം ആ ഒരു കൊലയാളി മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പെൺകുട്ടിയുടെ കൈകളിലായിട്ട് വിലങ്ങ് അതും അണിയിച്ചിട്ടുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ C ഷേപ്പിൽ നെഞ്ചിലൊരു പാട് കണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്തിനാ വെച്ചാൽ അങ്ങനെ ഒരു കീറൽ ഉണ്ടാക്കിയിട്ട് ആ സ്ത്രീയുടെ കമീറയുടെ ഉള്ളിൽ നിന്നും അവളുടെ ഹൃദയം ചൂഴ്ന്നെടുത്തിരിക്കുകയാണ്. നിലവിൽ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഹൃദയമില്ല. ഇപ്പൊ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയ ഈ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ജെനിയോടും ചോയോടും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മോതിര വിരൽ അതുപോലെ തന്നെ ഹൃദയത്തിനും ഇടയിലായിട്ട് ഒരു ഞരമ്പിന്റെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഈ പ്രണയിക്കുന്ന ആൾക്കാർ ആ ഒരു ഞരമ്പിനെ പറയുന്ന പേര് ദ വെയിൻ ഓഫ് ലവ് എന്നാണ്. ആ വെയിനാണ് ഹൃദയത്തെയും അതുപോലെ തന്നെ ഈ മോതിര വിരലിനെയും കണക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങളും ഇപ്പൊ നിലവിലില്ല. അതായത് ഈ ഒരു മോതിര വിരലും ഹൃദയം, അതിനർത്ഥം എന്താണ്? ഈ കൊലയാളി എന്തോ ഒരു പ്രണയത്തിന്റെ പേരിലാണ്, അങ്ങനെ ഒരു വിഷയത്തിന്റെ പേരിലാണ് ഈ സ്ത്രീയെ കൊന്നിരിക്കുന്നത്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ലവ് ഇമോഷൻ. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇനി കൂടുതലായിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജെന്നിയും അതുപോലെ തന്നെ ചോയെയും ഈ ഡോക്ടറെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ ജവാൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിയാണെങ്കിൽ ആ ഒരു വീടിനെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. എന്തായാലും ഒരു പെൺകുട്ടി ഇതുപോലെ ഇവിടെ വരണമെങ്കിൽ മറ്റൊന്നിനും അല്ല, ഫേക്ക് ആയിട്ടുള്ള പാസ്പോർട്ട്, ജോലി, ID കാർഡ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മാത്രമല്ല പോലീസുകാരാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ കണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ആകെ പേടും. അതുകൊണ്ട് തന്നെ ജുവാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു പെൺകുട്ടിയെ കാണാണ്. അവളെയും വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പേരാണ് സോഷി. കാര്യം എന്തായാലും നമ്മുടെ ജുവാന് മനസ്സിലായി, നിങ്ങൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നതല്ലേ, പാസ്പോർട്ട്, ID കാർഡ്, നല്ലൊരു ജോലി, അതുപോലെ തന്നെ താമസിക്കാനുള്ള ഒരു സ്ഥലം, ഒരാഴ്ചക്കുള്ളിൽ ഇതെല്ലാം റെഡിയാവും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിശ്ചിതമായ ഒരു എമൗണ്ട് വേണം. ആ ഒരു എമൗണ്ടിനെ കുറിച്ച് ജുവാൻ ഈ ഒരു സോഷിയോട് പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് സോഷി താൻ ആരാണെന്നുള്ള കാര്യം പറയുന്നത്. അതായത് മരണപ്പെട്ടു പോയ കമീറ ഉണ്ടല്ലോ, ഈ ഒരു ജുവാന്റെ ആദ്യത്തെ ഗേൾഫ്രണ്ട്, അവളുടെ ചേച്ചിയാണ് ഈ ഒരു സോഷി. ഒരാഴ്ചയായിട്ട് അനിയത്തിയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, മെസ്സേജ് അയക്കുന്നുമില്ല, ഒരു വിവരവുമില്ല. അതുകൊണ്ട് ടെൻഷൻ അടിച്ച് പേടിയായതുകൊണ്ടാണ് അനിയത്തെ തേടിക്കൊണ്ട് സോഷി ഈ ഒരു നഗരത്തിലേക്ക് വന്നത്. മാത്രമല്ല ഈ ജുവാനുമായിട്ട് അവൾ പ്രണയത്തിലാണെന്നും ഈ ഒരു സോഷിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എവിടെ എന്റെ അനിയത്തി, കമീറ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജുവാൻ പറയണ, ആഹാ അത് അടിപൊളിയായല്ലോ, ശരിയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ അവളുമായിട്ട് ഞാൻ പ്രണയത്തിലായിരുന്നു. എന്നാൽ കുറച്ച് ദിവസം മുന്നേ അവൾ എന്നെ വിട്ടുപോയി. നിങ്ങളുടെ നാട്ടിലെ തന്നെ ഏതൊരു ചെക്കനുണ്ട്, അവന്റെ കൂടെ ആയിരുന്നല്ലോ കുറച്ചു നാൾ അവളുടെ ആ ഒരു നടപ്പൊക്കെ. ഇനിയിപ്പോൾ അവളെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ നിങ്ങളുടെ നാട്ടുകാർ തന്നെ പോയി ചോദിച്ചോ. എന്തായാലും സോഷി ആകെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. ഇനിയിപ്പോൾ അനിയത്തി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ആ ഒരു ആലോചനയിലാണ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. കോള് വരുന്നത് സാധാരണ മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫോണിൽ നിന്നോ അല്ല, ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്ത് നിന്നാണ്. ആ വിളിച്ച ആള് പറയാണ്, മരണപ്പെട്ടു പോയ കമീറോയെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. ഇതിൽ കൂടുതലായിട്ടൊന്നും ആ വിളിച്ച ആള് പറയുന്നില്ല. അതായത് ഇങ്ങനെ പബ്ലിക് ആയിട്ടുള്ള ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്നും വിളിക്കണമെങ്കിൽ അയാളുടെ ആ ഒരു ഐഡന്റിറ്റി അത് വെളിപ്പെടുത്താനായിട്ട് അയാൾക്ക് താല്പര്യമില്ല. സോ ഏതാണ് ആ ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്ത് അത് കണ്ടുപിടിച്ചുകൊണ്ട് പോലീസുകാർ അങ്ങോട്ട്
അങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്നാൽ ആ ഒരു ടെലിഫോൺ ബൂത്തിലേക്ക് എത്തിയ സമയത്ത് അതിന്റെ ഉള്ളിലായിട്ട് ഒരു ചുവന്ന ബോക്സ് കാണുന്നുണ്ട്. ഇനിയിപ്പോ വല്ല ബോംബെങ്ങാനും ആണെങ്കിലോ. അതുകൊണ്ട് പോലീസുകാർ ഡയറക്റ്റ് ആയിട്ട് ഒറ്റയടിക്ക് ചെന്നിട്ട് അത് തുറക്കാൻ നിൽക്കുന്നില്ല. പകരം ബോംബ് സ്ക്വാഡിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരാണ് അത് തുറക്കാൻ നോക്കുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ജുവാൻ എന്തായാലും സോഷി ഇങ്ങോട്ടേക്ക് വന്നില്ലേ, അവൾക്ക് ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസും ID കാർഡും എല്ലാ കാര്യങ്ങളും വേണം. അപ്പൊ അവളുടെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തി സുഷിയുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഒരു ക്യാമറമാൻ പറയുന്നുണ്ട്, ഇങ്ങനെ നിൽക്കല്ലേ, സാഡായി നിൽക്കല്ലേ, കുറച്ച് ചിരിച്ച് നല്ല അടിപൊളിയായിട്ട് നിൽക്ക്, കാരണം എല്ലാ പ്രൂഫിലേക്കും വരേണ്ട ചിത്രമാണിത്. ഇതേ സമയത്തിന് ജുവാൻ പറയുന്നുണ്ട്, ഒന്ന് പോയടെ ചങ്ങായി, ചെയ്യുന്ന പണിയോ ഒരുമാതിരി ഉടായ്പ പണി, ഇനി ഇതിന്റെ ഇടയിൽ കൂടെ പെർഫെക്ഷൻ വരുത്താൻ നീ നോക്കണ്ട, പറഞ്ഞ പണി ചെയ്ത് വേഗം ആ ഒരു ഫോട്ടോ ഉണ്ടാ ആയിക്കോട്ടോ, ഞാൻ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവളോടൊന്ന് ചിരിക്കാൻ പറഞ്ഞത്. ഈ ഒരു രീതിയിൽ സൗമ്യമായിട്ട് ഇയാളും സംസാരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പോലീസുകാർ കേട്ടിയ ആ ഒരു ചുവന്ന ബോക്സ് അത് അവര് തുറന്നു നോക്കി. എന്നാൽ വിചാരിച്ചതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനം അതിൽ ഉണ്ടായിരുന്നില്ല. ഒരു 2-3 ഫോട്ടോ ഉണ്ടായിരുന്നുള്ളൂ. മരിച്ചുപോയ കമീറ ഉണ്ടല്ലോ, അവളുടെ ആ ഒരു ബോഡി, അത് ആ സമയത്ത് അവിടെ ഇട്ട സമയത്തുള്ള ആ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ അവളുടെ കയ്യിൽ ഇട്ട് വെച്ചിരുന്ന ആ ഒരു വിലങ്ങ്, ഇതിന്റെയൊക്കെ ഫോട്ടോ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. എന്തായാലും പിന്നീട് പോലീസുകാര് ഈ പെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്ന ആളുടെ ഫിംഗർ പ്രിന്റ് അതിലുണ്ടാവുമല്ലോ, അത് പരിശോധിച്ച് നോക്കിയ സമയത്ത് പെട്ടെന്ന് തന്നെ ആളെ കിട്ടുകയാണ്. അതായത് നമ്മുടെ ജുവാൻ മരിച്ചുപോയ കമീറയുടെ ചേച്ചിയോട്, സുഷിയോട് അവളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, അവളിപ്പോ എന്റെ കൂടെയല്ല വേറെ ആളുടെ കൂടെയാണെന്ന്, അത് നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണെന്ന്, അഗതിയായിട്ട് വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരുത്തൻ തന്നെയാണ്. അപ്പോ അവന്റേതായിരുന്നു ആ ഒരു ഫിംഗർ പ്രിന്റ്. തൽക്കാലം നമുക്ക് അവന്റെ ഒരു പേര് വെക്കണ്ടേ, എല്ലാ പേരൊന്നും വായിൽ കൊള്ളൂലാന്നേ ഇങ്ങനത്തെ കഥകൾ പറയുമ്പോൾ. തൽക്കാലം നാടൻ പേരെന്നട രവി. അപ്പൊ ഈ രവിയുടേതാണ് ഈ ഫിംഗർ പ്രിന്റ് എന്ന് ഇവർക്ക് മനസ്സിലായി. എന്നാൽ പോലീസുകാർ ഒരു കാര്യം മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണ്, ഇയാളാണ് ഇത് ഇവിടെ കൊണ്ടുപോയി വെച്ചതെങ്കിൽ ഇയാളുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഇത്ര എളുപ്പത്തിൽ കിട്ടുന്ന രീതിയിൽ ഇതിങ്ങനെ കൊണ്ടുപോയി വെക്കുമോ? ചിലപ്പോൾ ഈ രവിയെ പെടുത്താനായിട്ട് മറ്റാരെങ്കിലും ചെയ്തതായിരിക്കാം. അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുണ്ട്. അതായത് ഈ കാണുന്ന വിലങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അത് മുറിച്ചിട്ട അവസ്ഥയിലാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ രവിയാണ് യഥാർത്ഥ കൊലപാതകയാണെങ്കിൽ അവൻ എന്തിനാ വെറുതെ ഈ ഒരു വിലങ്ങ് മുറിക്കേണ്ട ആവശ്യം? അവന്റെ കയ്യിൽ ചാവി ഉണ്ടാവുമല്ലോ, ചാവി വെച്ച് അതങ്ങ് തുറന്നാൽ പോരെ. എന്നാൽ ആ ഒരു വിലങ്ങ് മരിച്ച ആളുടെ കയ്യിൽ നിന്നും മുറിച്ചെടുത്ത് വെച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ രവി ഒരു അഗതിയാണ്. ഇവൻ ഈ ഒരു കൊലപാതകത്തെ കുറിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയാം. എന്നാൽ ഒരു അഗതി ആയതുകൊണ്ട് തന്നെ നമ്മളോട് വന്ന കാര്യങ്ങൾ പറയാൻ കഴിയില്ല. പക്ഷെ അവൻ അറിയുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നമ്മൾ അറിയിക്കണം. അതിനു വേണ്ടിയിട്ടായിരിക്കും അവൻ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചു വെച്ചത്. അതുകൊണ്ട് രവിയെ ഒരുപാട് അങ്ങോട്ട് സംശയിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. എന്നിരുന്നാലും അവനെ പൂർണ്ണമായിട്ടും വിട്ടുകളയേണ്ട ഈ ഒരു കാര്യം ജിന്നി ചോയിയോട് പറയാണ്. അതുപോലെ തന്നെ ചോയിയോട് ഈ രവിയുടെ കോൾ ഹിസ്റ്ററി നന്നായിട്ട് പരിശോധിക്കാനും പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജുവാന്റെ വീട്ടിൽ ഇപ്പൊ നിലവിൽ വന്ന് താമസിക്കുന്ന മരിച്ചുപോയ കമീറയുടെ ചേച്ചി ഉണ്ടല്ലോ സുഷി, സോഷിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. എന്തോ ആന്റി എന്ന പേരുള്ള ഒരാളാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ സംസാരിക്കുന്നത് ഒരു മനുഷ്യന്റെ വോയിസ് അല്ല, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഫീമെയിൽ വോയിസ് ആണ്. അപ്പൊ അതിലിങ്ങനെ പറയുന്നത് നമ്മുടെ കമീറോ മരിച്ച കാര്യം ഇപ്പോഴും സോഷിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ കമീറോയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, അവൾക്ക് നിങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ട് ഞാനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു ടാക്സി കാറുമായിട്ടാണ് ഞങ്ങൾ വരിക. അതിൽ നിങ്ങൾ കയറിയാൽ മതി. ഡേറ്റ് നിങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ അത് വരുന്ന ആ ഒരു ദിവസം തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു വോയിസിൽ ഈ സുഷിയോട് ഒരു കാര്യം പറയുന്നുണ്ട്, ചുറ്റും പലരും ഉണ്ടാവും, ആര് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കേണ്ട, ഒരുപാട് അപകടങ്ങളുണ്ട് ഇവിടെ. എന്നാ സത്യം പറഞ്ഞാൽ ആരെ വിശ്വസിക്കണം എന്നിപ്പോ സോഷിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് തന്നെ സ്റ്റേഷനിൽ കാണിക്കാണ് ജെന്നി പറഞ്ഞതുപോലെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ചോയ് ഈ രവിയുടെ കോൾ ഹിസ്റ്ററിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നിരീക്ഷിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇപ്പൊ മരിച്ചുപോയ കമീറ ഉണ്ടല്ലോ, കമീറയുടെ ഫോണിൽ നിന്നും ചില കോളുകൾ പോയിട്ടുണ്ട്. എന്നാൽ അതത്ര വലിയ അത്ഭുതമൊന്നുമല്ല. അത്ഭുതമാകുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമീറ മരിച്ചത് 1-ാം തീയതിയാണ്. പക്ഷേ 1-ാം തീയതിക്ക് ശേഷവും അവളുടെ ഫോണിൽ നിന്നും കോളുകൾ പോയിട്ടുണ്ട്. ഇതെങ്ങനെ പോസിബിൾ ആകും? അപ്പോ ഏതോ ഒരു കൊലയാളി അല്ലെങ്കിൽ ആ ഒരു കൊന്ന ആള് അവളുടെ ആ ഒരു ഫോൺ വെച്ച് ഇപ്പോഴും കളിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ലാതെ ആകെ ആശയക്കുഴപ്പത്തിലായി നിൽക്കുന്ന ചോയിയോട്, അവള് പുതുതാണല്ലോ, ഇപ്പൊ ജിന്നി പറയാണ്, ഒരു കേസിന്റെ സമയത്ത് ഇതുപോലെ ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങളും നടക്കും. അത് സ്വാഭാവികമാണ്. അങ്ങനെ കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ തേടിപ്പോയിട്ട് കണ്ടുപിടിക്കലാണ്. നീ എന്റെ കൂടെ വന്നിട്ട് ഇപ്പൊ ചോയും കൂട്ടിക്കൊണ്ട് ജെന്നി നേരൊരു സ്ഥലത്തേക്ക് പോവാണ്. അതായത് ഈ ഒരു കൊലപാതകം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് മരണപ്പെട്ട കമീറോ, അതുപോലെ തന്നെ അവളുമായിട്ട് റിലേഷനിലുള്ള അഗതിയായി ഇങ്ങോട്ടേക്ക് വന്ന രവി, അതുപോലെ തന്നെ അവളുടെ ഫോണിൽ നിന്നും കോള് പോയ ആന്റി എന്ന് പറഞ്ഞൊരു ലേഡിയുടെ ഡീറ്റെയിൽ, അതുപോലെ തന്നെ കമീറയുടെ ചേച്ചിയുടെ സുഷിയുടെ ഫോണിലേക്കും കോള് പോയിട്ടുണ്ട്. എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഇവരെല്ലാവരും അഗതികളാണ്. ഈ അഗതികളുമായിട്ട് കോമൺ ആയിട്ട് ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? മറ്റാരുമല്ല, ഇവർക്ക് ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ജുവാൻ തന്നെ. അതുകൊണ്ട് ജുവാന്റെ വീട്ടിലേക്കാണ് ഇപ്പോ ജെന്നിയും അതുപോലെ തന്നെ ചോയും പോകുന്നത്. എന്നാൽ ഇതേ സമയത്തിന് ജുവാനും ഈ മരിച്ചുപോയ കമീറയുടെ ചേച്ചിയായിട്ടുള്ള സുഷി തമ്മിൽ പൂരം വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി, ജോലിയില്ല, ഐഡി ഇല്ല, പാസ്പോർട്ടും ഇല്ല, ഒന്നും ആയിട്ടില്ല. പിന്നെ എന്റെ അനിയത്തി കമീറോ, അവളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല, നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി താടാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുക. ഇതേ സമയത്താണ് നമ്മുടെ ജെന്നിയും ചോയും കൂടെ അങ്ങോട്ടേക്ക് എത്തുന്നത്. വാതിൽ തട്ടുകയാണ്. ഒച്ച കേട്ട് പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്ത് 2 പോലീസ് ഇൻസ്പെക്ടറാണ്. എന്താ കാര്യം ഒന്നും അറിയാത്തതുപോലെ ജുവാൻ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജെന്നി ചോദിക്കുന്നുണ്ട്, കമീറോ എന്ന് പറഞ്ഞുള്ള പെൺകുട്ടിയെ നിനക്ക് അറിയോ? ഇല്ല എന്ന് ഒറ്റയടിക്ക് നുണ പറയാണ് ജുവാന്. അതുപോലെ തന്നെ ഈ കമീറോ മരിച്ചുപോയി എന്നുള്ള കാര്യം ജുവാൻ
ജുവാനോട് പറയാണ് ഉള്ളിൽ നല്ല വിഷമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ആണോ എനിക്കറിയില്ല സാറേ എന്ന് പറഞ്ഞിട്ട് അവൻ അതൊന്ന് ഒഴിഞ്ഞു മാറുകയാണ്. കാരണം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ നിനക്കറിയാം എന്നുള്ള ഒരു ചോദ്യം വരും. അഗതികൾക്ക് ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കേസിൽ അവൻ അകത്താവുകയും ചെയ്യും. അതുകൊണ്ടാണ് അവൻ ഈ ഒരു കാര്യത്തിന് പുറത്ത് നുണ പറഞ്ഞത്. എന്നാൽ കമീറോ മരിച്ചു എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞത് ഇപ്പോഴാണ് ഈ ഒരു ജുവാൻ. എന്നാൽ നമ്മുടെ ജെന്നി അവന് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജുവാനെയും കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് ചെല്ലാണ് ഒരു കാര്യം കാണിക്കാണ്ടെന്ന് പറഞ്ഞിട്ട്. അതായത് ഈ കമീറയുടെ ബോഡി അത് അവനെ കൊണ്ട് നേരിട്ട് കാണിപ്പിക്കുകയായിരുന്നു. ആകെ ഒരുമാതിരി കോലത്തില് വെട്ടിക്കീറിയിട്ട അവസ്ഥയിൽ അവളുടെ ആ ഒരു ബോഡി കണ്ട സമയത്ത് മാനസികമായിട്ട് തന്നെ വല്ലാത്തൊരു വിഷമം അവന് തോന്നുന്നുണ്ട്. എന്നാലും അവൻ സമ്മതിക്കുന്നില്ല കേട്ടോ. കമീറോ അറിയാന്ന് പറയുന്നില്ല. എന്നാൽ എന്തോ ഒരു കാര്യം ഇവൻ വിളിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ജെന്നി അവനെ സ്റ്റേഷനിൽ തന്നെ ഇരുത്തുകയാണ്. ഇതേ സമയത്ത് തന്നെ അവനിരിക്കുന്നതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരുത്തൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. കയ്യിൽ വിലങ്ങൊക്കെ ഇട്ട് എന്തോ ഒരു അടിപിടി കേസിൽ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവന് കുറെ നേരമായിട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന അത്യാവശ്യം കാര്യങ്ങളെ കുറിച്ച് ഇവനൊരു ധാരണ ഉണ്ട്. അപ്പൊ ഇവൻ പറയാണ് ഡാ ചക്ക ആ മരിച്ചുപോയ പെണ്ണുണ്ടല്ലോ കമീറോ, അതിന്റെ ആ ഒരു കുറ്റം നിന്റെ തലയിൽ കിടാൻ ഇവരുടെ പദ്ധതിയൊക്കെ. പൊതുവെ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ നടന്ന കൊലപാതകം അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിനെ തന്നെയാണ് ഇവർ മിക്കവാറും പ്രതിയാക്കുക. എന്നാൽ ഇതിനൊന്നും ജുവാൻ മറുപടി കൊടുക്കുന്നില്ല. ഇതിനിടയിൽ ആ ഒരു പെറ്റി കേസിൽ വന്ന ക്രിമിനൽ ഉണ്ടല്ലോ ഒരാവശ്യമില്ലാത്തൊരു കാര്യം പറയാണ്, എടാ നിനക്ക് ഈ നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടായിട്ടാണോ പുറത്തെ നാട്ടിലേക്ക് പോയത്? പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിൽ നിന്നല്ലാണ്ട് പുറത്തുനിന്ന് വരുന്ന ഈ അഗതികളുണ്ടല്ലോ നല്ല ആറ്റാൻ ചരക്കാണ്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇമാരി സ്ത്രീകളെ. ഓൾറെഡി ഈ കമീറോ മരിച്ചതിന്റെ വിഷമത്തിൽ അത് പുറത്ത് കാണിക്കാതെ വല്ലാതെ ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുകയാണ് ജുവാൻ. ഇതിന്റെ ഇടയ്ക്ക് ഇവൻ ഇമാതിരി ഒരു നാറിത്തരം കൂടെ പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അവിടെ ഇട്ട് കുത്തുക എന്ന് പറഞ്ഞാൽ കുത്തി ഒരു പരുവാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ട് പിടിച്ചു മാറ്റുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഇതൊരു ട്രിക്കായിരുന്നു. ആരുടെ ട്രിക്ക്? ജെന്നിയുടെ ട്രിക്ക്. ഇവനെ മാനസികമായിട്ട് ട്രിഗർ ചെയ്യുക, എന്നിട്ട് ഇവന്റെ ഉള്ളിൽ അവർ കാര്യങ്ങൾ പുറത്തേക്ക് എടുപ്പിക്കുക. പാവം ഇതിൽ പെട്ടുപോയത് പെറ്റി കേസിൽ ഇങ്ങോട്ടേക്ക് വന്ന അയാളാണെങ്കിൽ മൂക്കുന്നത് ചോര ലഭിച്ചു സാറേ, ഇതൊരുമാതിരി മറ്റേടത്ത് ഐഡിയ ആയി പോയെന്ന് പറയാണ്. പോലീസുകാർക്ക് വേണ്ടി കൂട്ടു നിൽക്കുമ്പോൾ ഇമാതിരി പെട കിട്ടുമെന്ന് അവനൊരിക്കലും വിചാരിച്ചില്ല. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കിയ ജെന്നി ജുവാനെ കൊണ്ടുപോയിട്ട് വീണ്ടും ചോദ്യം ചെയ്യാണ്, അവളുമായിട്ട് നിനക്ക് എന്താ ബന്ധം? എന്നാൽ ഇപ്പോഴും ജുവാൻ നുണ പറയാണ്, ഒരു ബന്ധവും ഇല്ലാന്ന്. പക്ഷേ നമ്മുടെ ജെന്നി ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ജെന്നി വീണ്ടും ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ മരിച്ചുപോയ കമീറ ഉണ്ടല്ലോ അവളുടെ ഫോണിൽ നിന്നും മറ്റുള്ള 2 സ്ത്രീകൾക്ക് കോള് പോയിട്ടുണ്ട്. ഒന്നൊരു ആന്റി എന്ന് പേരുള്ള ഒരു പെണ്ണും അതുപോലെ തന്നെ മറ്റേത് സോഷിയാണ്. ഇവരെ രണ്ടുപേരെയും കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോ വീണ്ടും ജുവാൻ പറയണേ എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഈ ആന്റി എന്നുള്ള ആ ഒരു പേര് കേട്ട സമയത്ത് അവന്റെ ഉള്ളിൽ ഒരു ഇടർച്ച വരുന്നുണ്ട്. എന്നാൽ പുറത്ത് കാണിക്കാതെ വീണ്ടും നുണ പറയാണ്. മാത്രമല്ല അവസാനം അവനൊരു കാര്യം ഏൽക്കുകയാണ്, സാറേ എന്റെ അടുത്ത് ഒരു തെറ്റുപറ്റി, ഇല്ലീഗലായിട്ട് പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് കരുതി കാണാതായവരുടെയും അതുപോലെ തന്നെ മരിച്ച ആൾക്കാരുടെയും ആ ഒരു കുറ്റൊക്കെ എന്റെ തലയിൽ ഇടാൻ നോക്കല്ലേ. അതായത് വലിയ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചെറിയ കുറ്റം ഏൽക്കുക എന്ന് പറഞ്ഞുള്ള പരിപാടിയാണ് അവൻ ചെയ്തത്. എന്തായാലും ജെന്നി പറയണം ഓക്കെ ജുവാനെ നീ പൊയ്ക്കോ എന്ന് പറയണം. പക്ഷേ ജുവാൻ ഒറ്റടിക്ക് ഇങ്ങനെ വിട്ട് കളഞ്ഞില്ല. നമ്മുടെ ചോദിക്ക് ഇതൊന്നും ഇങ്ങനെ പെട്ടെന്ന് വിട്ട് കളയുന്നത് തോന്നുകയാണ്. എന്നാൽ ജുവാൻ വിട്ടപാട് നേരെ ചെല്ലുന്നത് അവന്റെ ആ ഒരു വെയർ ഹൗസിലേക്കാണ്. അവിടെ തന്നെ ആ ഒരു ഡ്രൈവർ കൂട്ടുകാരനും ഉണ്ട്. പിന്നെ കമീറയുടെ ചേച്ചി സോഷി ഉണ്ടായിരുന്നു. സോഷിക്കുമ്പോൾ മനസ്സിലായി അനിയത്തി മരിച്ചു എന്ന്. അപ്പൊ ഈ ഒരു പ്രശ്നം പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നുണ്ട്. മാത്രം ഈ വഴക്കിന്റെ ഇടയിൽ ജുവാന്റെ കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു കൂട്ടുകാരൻ ഡ്രൈവർ ഉണ്ടല്ലോ ഇവന്റെ ആ ഒരു ടാക്സിക്കാരനിട്ട് ഒരു കമ്പ്യൂട്ടർ ഒരറ്റ അടി കൊടുക്കുകയാണ്. ഈ സമയത്ത് ഈ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിനാണോ എന്റെ കാറ് തല്ലി പൊളിച്ചത്, നിങ്ങൾ എന്തെങ്കിലും ആക്കിക്കൂടെന്ന് പറഞ്ഞിട്ട് ജുവാൻ ഇപ്പൊ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ഈ സോഷിയും ഒരുമാതിരി പ്രാന്ത് പിടിച്ചതുപോലെ നടന്നു പോകുമ്പോൾ അവളുടെ പിന്നാലെ തന്നെ ഈ ഡ്രൈവർ കൂട്ടുകാരൻ ചെല്ലുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ മറ്റൊരു ടീം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല നമ്മുടെ ജെന്നിയും അസിസ്റ്റന്റ് ആയിട്ടുള്ള ചോയും. വെറുതെ ഒന്നുമല്ല ജുവാനെ വിട്ടത്. അവനെ വിടുകയാണെങ്കിൽ അവൻ ആദ്യമായിട്ട് എങ്ങോട്ടാ പോവാന്ന് അറിയാനും അവൻ എന്താ ചെയ്യാ എന്നറിയാനും വേണ്ടിയിട്ടാണ് വിട്ടത്. എന്തായാലും ജുവാൻ ഒറ്റയ്ക്ക് കാർ എടുത്തോണ്ട് മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. ഇവന്റെ പിന്നാലെ തന്നെ ജെന്നിയുണ്ട് ചോയും ഉണ്ട്. പോകുന്ന സമയത്ത് ജുവാന്റെ കൂട്ടുകാരൻ അവന് വിളിക്കുന്നുണ്ട്, എടാ മറ്റേ പെണ്ണുണ്ടല്ലോ സോഷി അവൾ എന്റെ കാറിൽ കയറിയിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ അവൾക്ക് വേണ്ട സ്ഥലത്ത് ഇറക്കി കൊടുത്തോളാം, ഓക്കെ നീ സേഫ് ആയിട്ട് പോവുക, എനിക്ക് മറ്റൊരു ജോലി ഉണ്ട് പറഞ്ഞിട്ട് ജുവാൻ കോള് കട്ടിയാണ്. അവൻ നേരെ കുറച്ച് ആളൊഴിഞ്ഞ ഭാഗത്ത് ഒരു പഴയ വെയർ ഹൗസ് കാണിക്കുകയാണ്, അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു കാര്യം ജെന്നിയും ചോയും കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്ഥലത്താണ് മരണപ്പെട്ടു പോയ കമീറയുടെ പുതിയ കാമുകൻ താമസിക്കുന്നത്, അതായത് രവി. അതിന്റെ ഉള്ളിലേക്ക് ഈ ജുവാൻ വെറുതെ ഒന്നുമല്ല പോയത്. രവിയെ നല്ല സംശയമുള്ളതുകൊണ്ട് അവനെ ചോദ്യം ചെയ്യാനാണ്. എന്തായാലും വേഗം ജെന്നിയും ഈ ചോയും കൂടെ അങ്ങോട്ടേക്ക് ഓടിപ്പോയെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും അവിടെ വെച്ച് രവിയെ കിട്ടിയില്ല. കാരണം ഈ ഒരു ജുവാനെ കണ്ട് തന്നെ രവി പാഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ പിന്നാലെ തന്നെ ജുവാനും ഓടുന്നുണ്ട്, അതുപോലെ തന്നെ ജെന്നിയും ചോയും ഉണ്ട്. അങ്ങനെ കാടിന്റെ ഒരു ഭാഗത്ത് വെച്ച് ഒരു വിധത്തിൽ ഓടിച്ചെന്ന് ജുവാൻ രവി പിടിക്കുന്നുണ്ട് കേട്ടോ. അവനെ മലത്തി കിട്ടോ, നല്ല ഇടിയും കൊടുത്ത് അവനോട് ചോദിക്കുകയാണ്. എന്ന് ഇതേ സമയത്ത് തന്നെ രവി പറയുന്നുണ്ട്, അതുമായിട്ട് അല്ലെങ്കിൽ ഈ കമീറോ മരിച്ചതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞാണ്. അതായത് ഈ രവി ഒരു രീതിയിലും സമ്മതിക്കുന്നില്ല. അവരങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ജെന്നിയും ചോയി എത്തിയിട്ടുണ്ട്. ഇപ്പൊ ജെന്നി ചോയോട് പറയാണ്, നീ വേഗം പോയിട്ട് അവന്റെ കയ്യിൽ വിലങ്ങിടുന്നത്. എന്നാൽ അങ്ങോട്ടേക്ക് എത്തിയ ചോയ് ഉണ്ടല്ലോ വിലങ്ങിട്ടപ്പോ ഒന്നും മാറിപ്പോവാണ്. അത് പോയി കുടുങ്ങുന്നത് ജുവാന്റെ കയ്യിലാണ്. മാത്രമല്ല ഈ ഒരു ഗ്യാപ്പിന് രവി അവളുടെ കയ്യിൽ നിന്നും ആ ഒരു ഗണ്ണ് തട്ടിപ്പറിച്ചിട്ട് ഇവർക്ക് നേരെ ചൂണ്ടാണ് കേട്ടോ. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ രവി വീണ്ടും കരഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്നെ വിശ്വസിക്കണം. അത് അവിടെ കൊണ്ടുവച്ചത് ആ ഒരു ബോക്സും അതുപോലെ തന്നെ ആ ഒരു ഫോട്ടോയും അവിടെ കൊണ്ടുവച്ചത് ഞാൻ തന്നെയാണ്. പക്ഷെ ആ ഒരു കൊലപാതകം ചെയ്തത് ഞാനല്ല.
അല്ല, എന്നെ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു രവി ഉണ്ടല്ലോ, ആ ഒരു ഗണ്ണ് അവന്റെ കഴുത്തിന്റെ താഴെ വെച്ച് ഒരൊറ്റ പൊട്ടിയിലാണ്, സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. ഈ ഒരു കാര്യം കണ്ട സമയത്ത് ജെന്നിക്ക് അവളുടെ ഹസ്ബൻഡ് ചെയ്ത ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതാ ഓർമ്മ വരുന്നത്. ഭയങ്കരമായിട്ട് ഈ ഒരു കാര്യം അവളെ ഷോക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇവര് പോകുന്ന സമയത്ത് സ്റ്റേഷനിലേക്ക് ജുവാനെയും കൊണ്ടുപോകുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചീഫ് എത്തുകയാണ്. ഇവർ പിടിക്കാൻ പോയ ഒരു അക്യൂസ്ഡ് ഇതുപോലെ സൂയിസൈഡ് മരിച്ചു എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ പ്രശ്നം ഉണ്ടാവുമല്ലോ. പ്രശ്നം ഉണ്ടായി ജെന്നിയെ നല്ല രീതിയിൽ തന്നെ ചീഫ് ഫയർ ചെയ്യാണ്. ഒന്നും മിണ്ടാതെ ഇത് മുഴുവൻ കേട്ട് എന്ന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവള് നേരെ ചെല്ലുന്നത് ചോദ്യം ചെയ്യുന്ന റൂമിലേക്കാണ്. അവിടെയാണ് ജുവാനുള്ളത്. എന്നിട്ട് ജുവാനോട് ജെന്നി പറയാണ്, എനിക്കറിയാം നിനക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയാമെന്ന്. അക്കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. നിനക്ക് ഇപ്പൊ വേണമെങ്കിൽ ഇവിടുന്ന് എഴുന്നേറ്റ് പോ. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ, ആ ഒരു കൊലപാതകവുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ആരാണെങ്കിലും ഞാൻ പൊക്കിയിരിക്കും, 100% ഞാൻ പൊക്കിയിരിക്കും. കാരണം മരിക്കാൻ നിൽക്കുന്നോടന്ന് എന്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടാൻ കാരണം ഇപ്പൊ മരിച്ചുപോയ കമീറോയാണ്. അതുകൊണ്ട് അവളുടെ കൊലയാളിയെ ഞാൻ ഉറപ്പായിട്ടും കണ്ടെത്തും. നീ വേണമെങ്കിൽ പൊയ്ക്കാന്ന് പറഞ്ഞിട്ട് ജുവാനെ ഈ ഒരു ജെന്നി വെറുതെ വിട്ട് കളയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ ജെന്നിയെ ജുവാൻ വിളിക്കാണ്. മാഡം, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ വരണം എന്ന് പറയാണ്. അത്യാവശ്യമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് എനിക്ക് സംസാരിക്കാണ്ടെന്ന് പറയാണ്. അതുപോലെ തന്നെ ജുവാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് അർദ്ധരാത്രിയിൽ ജെന്നി ചെല്ലുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ സ്ഥലത്ത് ഒരു കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ജുവാന്. തൊട്ടടുത്ത് തന്നെ ഇപ്പൊ ജെന്നിയുണ്ട്. അങ്ങനെ ആ ഒരു കുഴി തോണ്ടി അതിന്റെ ഉള്ളിൽ നിന്നും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഒരു ഡെഡ് ബോഡി ജുവാൻ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. ആ ഒരു ഡെഡ് ബോഡിയുടെ മുഖം ഇപ്പോ ജെന്നിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, മരിച്ചുപോയ കമീറയുടെ ഫോണിൽ നിന്നും കോള് മറ്റൊരു ഫോണിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, കമീറയുടെ ഒരു കൂട്ടുകാരിയാണ് ആന്റി. അവളുടെ ബോഡിയാണിത്. അവളും കമീറയെ പോലെ തന്നെ ഈ രാജ്യത്തിലേക്ക് വന്ന ഒരു അഗതിയാണ്. മരിച്ചു കിടക്കുന്ന ഈ ആന്റിയുടെ കയ്യിലും ഇതുപോലെ വിലങ്ങുണ്ടായിരുന്നു. എന്താണ് ജെന്നിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് എന്തെങ്കിലും കാര്യം അറിയോന്ന് ചോദിച്ച സമയത്ത് ഇവൻ എടുത്തു വെച്ചത് ഒരു ഡെഡ് ബോഡിയാണ്. ഒരു നിസാര കാര്യമാണോ? എന്തായാലും ജെന്നിക്ക് ഇതിന്റെ പിന്നിൽ ആ ഒരു കാരണം അറിഞ്ഞേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ജുവാൻ പറയാണ്, മാഡം, ഒരു 2 ദിവസം മുന്നേ ഇറച്ചിക്കടയിൽ നിന്നും എനിക്കൊരു കോള് വന്നു. ആ കടയിൽ ജോലി ചെയ്യുന്ന മിക്ക ആൾക്കാരും പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അവരവിടെ ജോലി ആക്കി കൊടുത്തതും എല്ലാ സെറ്റപ്പും ആക്കി കൊടുത്തത് ഞാനാണ്. സോ ഒരു പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ ഓണർ എന്നെ തന്നെയാണ് വിളിച്ചത്. പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ഈ കിടക്കുന്ന ആന്റി ഉണ്ടല്ലോ, ഇവളുടെ ബോഡി കൊന്നതിന് ശേഷം ഇതേ അവസ്ഥയിൽ വിലങ്ങിട്ടുകൊണ്ട് അവരെല്ലാം ജോലി ചെയ്യുന്ന ആ ഒരു ഇറച്ചി മാർക്കറ്റിലേക്ക് കൊണ്ടുപോയിട്ടു. അവരെക്കാകെ തരിച്ചുപോയി ഒരു കാര്യം നേരിട്ട് കണ്ടിട്ട്. എന്നാൽ ഇവർക്ക് ഈ ഒരു കാര്യം കംപ്ലൈന്റ് ചെയ്യാൻ കഴിയില്ലല്ലോ, എല്ലാവരും അഗതികളല്ലേ. പക്ഷെ അങ്ങനെ ഒരു ബോഡി വെച്ചോണ്ട് നിൽക്കാനും കഴിയില്ല. അതുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാനും ഞാൻ എന്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് ഈ ബോഡി ഇവിടേക്ക് കൊണ്ടുവന്ന് കുഴിച്ചിട്ടത് ഞാൻ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ വരുന്നതിന് മുന്നേ രവിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവനും എന്നോട് ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതായത് അവർ ജോലി ചെയ്യുന്ന ആ ഒരു മാർക്കറ്റിൽ കമീറയുടെ ബോഡി ഇതുപോലെ വിലങ്ങിട്ട് ആരും ഒരാൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വിലങ്ങുകൾ അഴിച്ചെടുത്തതും അവളെ പാക്ക് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടതും ഈ ഒരു രവിയാണ്. അത് സത്യം തന്നെയാണ്. അത് അവന്റെ ആ ഒരു ഓണർ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ കുഴിച്ചിടാതെ ഇതിങ്ങനെ എല്ലാവരും കാണുന്ന രീതിയിൽ അവൻ ആ ഒരു ബോഡി അവിടെ വെച്ചത് എങ്ങനെയെങ്കിലും ഈ ഒരു കൊലപാതകം ആരെങ്കിലും അന്വേഷിക്കട്ടെ, കുറ്റവാളിയെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് രവി ഇത് കുഴിച്ചിടാതെ പുറത്ത് ആൾക്കാർ കാണുന്ന രീതിയിൽ വെച്ചത്. അതിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തത് അവൻ തന്നെയാണ്. പിന്നീട് ആ ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചതും അങ്ങോട്ടേക്ക് നിങ്ങളെ വരുത്തിയതും ആ ഒരു പെട്ടി നിങ്ങളിലേക്ക് എത്തിച്ചതും. ശരിക്കും രവിയുടെ ലക്ഷ്യം യഥാർത്ഥ കൊലപാതകയെ പുറത്തേക്ക് കൊണ്ടുവരൽ മാത്രമാണ്. ഇവരിങ്ങനെ അഗതികളായി വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കംപ്ലൈന്റ് നൽകാൻ പറ്റുന്നില്ല. മാഡം, എനിക്കൊരു കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പ് പറയാൻ പറ്റില്ല, ഈ 2 പേരുടെ മർഡറും ചെയ്തത് ഒരാൾ തന്നെയാണോ എന്നുള്ളത്. അത് നമുക്ക് ഇപ്പൊ കൺഫേം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജെന്നിയും അതുപോലെ തന്നെ ജുവാനും ഈ ഒരു ആന്റിയുടെ ബോഡി ആരും ഇല്ലാത്ത ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് മുഴുവനായിട്ടും തുറന്ന് പരിശോധിച്ച് നോക്കുകയാണ്. ഇതുപോലെ തന്നെ നെഞ്ചിൽ ഒരു സി ഷേപ്പിൽ ഒരു പാടുണ്ട്. അതായത് ഉള്ളിൽ നിന്നും ഹൃദയം തുറന്നെടുത്തിട്ടുണ്ട്. ചില എഴുത്തുകൾ അവളുടെ ദേഹത്തുണ്ട്. അതുപോലെ തന്നെ മോതിര വിരൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും 100% ഒരു കാര്യം ഉറപ്പിക്കാം, കൊലപാതകി ഒരാൾ തന്നെയാണ്. കാരണം ഇതേ രീതിയിൽ തന്നെയാണല്ലോ കമീറയുടെ ബോഡിയും കിട്ടിയത്. മാത്രമല്ല പെട്ടെന്ന് തന്നെ ജെന്നി ചോയെ വിളിക്കുകയാണ്. എന്നിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് ഈ ആന്റി മരിച്ചു എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. അതിപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഈ ആനിയുടെ ആ ഒരു ഫോൺ നമ്പർ ഒന്ന് ട്രേസ് ചെയ്തിട്ട് ആന്റി ആരൊക്കെയാണ് വിളിച്ചത് എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ആന്റിയെ കുഴിച്ചിട്ടതിന് ശേഷം അവൾ മരണപ്പെട്ടതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ജുവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ശേഷം അവളുടെ ഫോണിൽ നിന്ന് കോള് പോയിരിക്കുകയാണ്. ഇതിനർത്ഥം എന്താണ്? ഈ കില്ലർ ആരെയാണോ കൊല്ലുന്നത്, കൊന്നതിന് ശേഷം മരണപ്പെട്ട ആളുടെ ഫോൺ ഉപയോഗിച്ചാണ് അടുത്ത ഇരയെ ടാർഗറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും അഗതികളായിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ. മാത്രമല്ല അവരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഡേറ്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ബർത്ത്ഡേക്ക് തന്നെയായിരിക്കണം. ഇതിനുശേഷം എന്തിനാണ് ഈ അഗതികൾ മാത്രം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇതുപോലെ ഈ ഒരു ബോഡി കൊണ്ടുപോയിടുന്നത്? അതിന് കാരണം എന്താ വെച്ചാൽ ഒരിക്കലും പുറം ലോകത്ത് അല്ലെങ്കിൽ പോലീസുകാർ ഈ ഒരു ബോഡി കാണാതിരിക്കാൻ വേണ്ടി പരമാവധി ഈ അഗതികളായിട്ടുള്ള ആൾക്കാർ തന്നെ ഇതിനെങ്ങനെയെങ്കിലും മറച്ചു വെച്ചോളും. ആ ഒരു ധാരണയിലാണ് കില്ലർ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. എന്നാൽ രവി അതിനെല്ലാത്തിനും ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കാര്യം ഒപ്പിച്ചു വെച്ചു. എങ്ങനെയെങ്കിലും കുറ്റവാളിയെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ബോഡി പുറത്തു വെച്ചു. അതാണ് ശരിക്കും ഇങ്ങനെ ഒരു മർഡർ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ ബാക്കിയുള്ളവർ അറിയാൻ തന്നെ കാരണമായത്. അതുപോലെ തന്നെ ഈ ആന്റിയുടെ ഫോണിൽ നിന്നും ഒരു കോള് കമീറയുടെ ചേട്ടത്തി ഉണ്ടല്ലോ സോഷി, അവളുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ. മാത്രമല്ല അനിയത്തിയെ കാണണമെങ്കിൽ നിന്റെ ബർത്ത്ഡേയുടെ അന്ന് ഒരു ടാക്സി കാറുമായിട്ട് ഞാൻ വരും, നമുക്കൊന്ന് ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതിനർത്ഥം എന്താണ്? അവളുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ
സോഷിയെ കൊല്ലാനായിട്ടാണ്. അതായത് ജനുവരി 6-നാണ് അവളുടെ ബർത്ത്ഡേ. പിന്നെന്താണ് ജനുവരി 5. അപ്പൊ നാളെയാണ് സോഷി ഇനി കൊല്ലപ്പെടാൻ വേണ്ടി പോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ സോഷി ഈ ഒരു വിവരം അറിയിക്കണം. എന്നാൽ അവളെങ്ങനെ കണ്ടുപിടിക്കും? അവസാനമായിട്ട് സോഷി പോയത് ഈ ടാക്സി ഡ്രൈവർ നമ്മുടെ ജുവാന്റെ കൂട്ടുകാരന്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നേരെ ഈ ഡ്രൈവറുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നില്ല. ഡ്രൈവറുടെ ഭാര്യയും അതുപോലെ തന്നെ അമ്മയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരോട് ഈ സോഷിയെ കുറിച്ച് ചോദിച്ച സമയത്ത് അവര് പറഞ്ഞത് ആ പെൺകുട്ടിക്ക് ഇന്നലെ ജോലി കിട്ടി ഇവിടുന്ന് പോയല്ലോ എന്നാണ്. പക്ഷെ അവളുടെ ബാഗ് ചില വസ്തുക്കൾ അതിപ്പോഴും ഇവിടെ ഉണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ ജുവാനും ജെന്നിക്കും ഒരു സംശയം കൊടുങ്ങാണ്. ഇനി എങ്ങാനും ആ ഒരു കില്ലർ ഇവനായിരിക്കോ? ഈ ജുവാന്റെ കൂട്ടുകാരനായിട്ടുള്ള ടാക്സി ഡ്രൈവർ ഒരു വിധത്തില് ഈ ജുവാൻ ഡ്രൈവറെ കണ്ടുപിടിക്കാണ് കേട്ടോ. അവിടെ ഇട്ട് നല്ല വെട്ട് കെട്ടിയിട്ട് പറയാണ്, സത്യം പറയടാ അവൾ എവിടെ പോയിന്ന്. നല്ല വെട്ടും കൊടുക്കുന്നുണ്ട്. അവസാനം കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഡ്രൈവർ പറയാണ്, എടാ നീ എന്തൊക്കെ ഈ പറയുന്നത്? അവളെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ സമയത്ത് ടാക്സി ഡ്രൈവർക്ക് തെളിവുകൾ കാണിച്ചു കൊടുക്കുകയാണ്. CCTV വിഷ്വല്. അതായത് അവന്റെ വീട്ടിൽ നിന്നും ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവള് പോയില്ലേ, നേരെ ചെന്ന് കയറി ആ ഒരു ടാക്സി എന്ന് പറയുന്നത് അത് ഇവന്റെ ടാക്സി തന്നെയായിരുന്നു. അപ്പൊ പിന്നെ അവളെ വിടടാ. ഇവനാകെ വായം പൊളച്ച് നിൽക്കണം. ഇത് എന്ത് കുന്താണ്? അവനെ അറിഞ്ഞിട്ട് വരെയില്ല. ഇതേ സമയത്താണ് ജുവാൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ സോഷി കയറി പോകുന്ന ആ ഒരു ടാക്സി ഉണ്ടല്ലോ, അതിന്റെ സൈഡ് ഭാഗത്ത് ആ ഒരു ഡോറിന് അതിനൊരു കുഴപ്പമില്ല. പക്ഷെ മിഞ്ഞാന്ന് രാത്രി സോഷിക്ക് ദേഷ്യം വന്ന സമയത്ത് ഈ ഡ്രൈവറിന്റെ കാറിന്റെ ഡോറിനിട്ട് ഒരൊറ്റ അടി കൊടുത്തില്ലേ, ആ ചെളുക്ക് എന്തായാലും ഒരു ദിവസം കൊണ്ട് അവൻ നന്നാക്കാൻ സാധ്യതയില്ല. ഒരു ഫൈന് കിട്ടി അത് അടക്കാൻ വരെ അവന് നേരില്ല എന്നല്ല, അവന്റെ കയ്യിൽ കാശില്ല. പിന്നെ എങ്ങനെയായിരിക്കും? അപ്പൊ ഇങ്ങനെ ചിന്തിച്ച സമയത്താണ് ഈ കൂട്ടുകാരൻ ഡ്രൈവർ ഒരു കാര്യം പറയുന്നത്, എടോ എനിക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഫൈനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാനായിട്ടൊന്നും അല്ല ഈ മിസ്റ്റേക്കുകൾ വരുത്തുന്നത്. റോങ് സൈഡിൽ പോവുക, അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ടേണിങ് എടുക്കുക. ഇതിങ്ങനെ കേട്ട സമയത്താണ് ഇവർക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ആകുന്നത്. അതായത് ഇതേ നമ്പർ വെച്ച് ഇതേ കളർ വെച്ച് ഇവന്റെ ഈ കാറിന്റെ ഐഡന്റിറ്റി വെച്ച് മറ്റൊരു കാറുമായിട്ട് ആ ഒരു കില്ലർ നടക്കുകയാണെന്ന്. ഇപ്പോ ജെന്നി ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഫൈൻ വന്നില്ലേ? അതിന്റെ ഡീറ്റെയിൽസ് നെറ്റിലുണ്ടാവുമല്ലോ. അവർ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ കിട്ടുകയാണ്. അപ്പൊ ശരിക്കും കൺഫേം ആയി ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഒരു കാറുമായിട്ടാണ് കില്ലർ നടക്കുന്നത്. പക്ഷെ അതിന്റെ കളർ അതുപോലെ തന്നെ നമ്പർ എന്ന് പറയുന്നത് ഈ കൂട്ടുകാരൻ ഡ്രൈവർ ഉണ്ടല്ലോ, അവന്റെ അതേ കാറിന്റെ തന്നെയാണ്. അപ്പൊ ഇത്രയും കാലം ഇവന് ഫൈന് വന്നുകൊണ്ടിരുന്നത് കഥയുടെ ആരംഭത്തിൽ തന്നെ ഇതിന്റെ പേരിൽ ഇവരൊരു വഴക്കമുണ്ടായിട്ടുണ്ട്. അതായത് ജുവാനും അല്ല കാറ് കൊണ്ടുപോയത്, ഡ്രൈവറും അല്ല കാറ് കൊണ്ടുപോയത്. സത്യം പറഞ്ഞാൽ കാർ തന്നെ കൊണ്ടുപോയിട്ടില്ല. എന്തായാലും ഈ ഫൈന് കിട്ടിയ വീഡിയോ വിഷ്വലി ഇവർ നോക്കുന്ന സമയത്ത് ആ ഒരു കില്ലർ പോകുന്ന കാർ ഉണ്ടല്ലോ, ഒരു പ്രത്യേക കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഒരു സംശയത്തില് ഇവർ വെറുതെ ആ ഒരു പാർക്കിംഗ് ലോട്ടിലേക്ക് പോയ സമയത്ത് വിചാരിച്ചതുപോലെ തന്നെ അവിടെ ആ ഒരു കാർ ഉണ്ടായിരുന്നു. അതായത് ജുവാന്റെ കൂട്ടുകാരൻ ഡ്രൈവർ ഉണ്ടല്ലോ, അവന്റെ കാറിന്റെ അതേ കളറും നമ്പറുമായിട്ടുള്ള ആ ഒരു കാറ്. ചുമ്മാ എങ്ങനെയൊക്കെയോ ഡിക്കിയും ഡോറൊക്കെ തുറന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇവര് ഞെട്ടിച്ചുകൊണ്ട് ഒരു ID കാർഡ് അതിന്റെ ഉള്ളിൽ വെച്ച് ലഭിക്കുകയാണ്. അപ്പൊ യഥാർത്ഥ കില്ലർ ഇയാളാണ്. ആരാണ് യഥാർത്ഥ കില്ലർ? മറ്റാരുമല്ല, നമ്മുടെ ഈ ജുവാൻ ഉണ്ടല്ലോ. ഈ അഗതികളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരു സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നില്ലേ, അവിടുത്തെ ആ ഒരു ക്യാമറാമാൻ ഉണ്ടല്ലോ, അവൻ തന്നെയാണ് യഥാർത്ഥ കില്ലർ. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ ഈ ക്യാമറമാനെ കാണിക്കുകയാണ്. ഇയാള് തന്നെയാണ് സോഷിയെ തട്ടിക്കൊണ്ടുപോയത്. മാത്രല്ല നമ്മൾ കഥയുടെ ആരംഭത്തിൽ ഒരു സീന് കണ്ടില്ലേ, ഒരു പഴയ വീട്, വീൽ ചെയറിൽ ഒരു സ്ത്രീ വീണ് കിടക്കുന്നു, അങ്ങനെ ഒരു വിഷ്വല്. ആ വിഷ്വലാണ് ഇപ്പൊ നമ്മളെ കാണിക്കുന്നത്. അവിടെ ആ ഒരു വീണ് കിടന്നത് മറ്റാരുമല്ല, സോഷിയായിരുന്നു. അങ്ങനെ കെട്ടിയിട്ട സോഷിയുടെ അടുത്തേക്ക് ഒരു ബർത്ത്ഡേ കേക്കുമായിട്ട് ഈ ഒരു സൈക്കോപാത്ത് ഈ കില്ലർ പതിയെ വരികയാണ്. ബലമായിട്ട് തന്നെ അവളോട് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. അവളോട് അത് ഊതിക്കെടുത്താൻ വേണ്ടി പറയാണ്. ആകെ പേടിച്ച് വിറക്കുകയാണ് ഈ സോഷി. ശരിക്കും എന്താണ് ഈ ക്യാമറമാന് ഇയാളുടെ ഈ ഒരു സൈക്കോ സ്വഭാവത്തിന്റെ പിന്നിലുള്ള കാരണം? കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇയാളുടെ അമ്മക്ക് തീരെ വയ്യാട്ടോ. ഇവരങ്ങനെ പോകുന്ന സമയത്താണ് ഈ ക്യാമറമാൻ ഒരു ലേഡിയെ പരിചയപ്പെടുന്നത്. അവളുമായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രണയത്തിലാവുകയാണ്. ഒരുമിച്ച് ജീവിക്കാം, ഭാര്യയായിട്ട് കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു കരാറിലൊക്കെ ഇവരെത്തുകയാണ്. ഈ ക്യാമറമാൻ ആണെങ്കിൽ ആ ഒരു സ്ത്രീ ഒരുപാട് വിശ്വസിച്ചു കേട്ടോ. അങ്ങനെ ആ ദിവസം വരികയാണ്, ഈ സ്ത്രീയുടെ പിറന്ന ദിവസം, ബർത്ത്ഡേ. അന്ന് അവൾക്ക് വേണ്ടി ചില സർപ്രൈസുകളും കേക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഈ ക്യാമറമാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ചെറിയ പരിപാടി ഇവർ സെലിബ്രേറ്റ് ചെയ്യാണ് കേട്ടോ. ഈ ക്യാമറമാന്റെ അമ്മയ്ക്ക് തീരെ വയ്യ, അവരൊരു മൂലയ്ക്ക് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. മാത്രല്ല തന്റെ ഭാര്യയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഇയാൾ കൊടുത്ത കാര്യം എന്താ വെച്ചാൽ അവൾക്കൊരു ID കാർഡും അതുപോലെ തന്നെ പാസ്പോർട്ടും. കാരണം അവൻ പ്രണയിച്ച ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു അഗതിയാണ്, പുറത്തുനിന്ന് വന്ന ആളാണ്. അങ്ങനെ ആഘോഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് ഈ ഒരു ക്യാമറമാൻ ചതി മനസ്സിലാക്കുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ അയാളുടെ കൂടെ കൂടിയത് ഇതുപോലെ ഈ പാസ്പോർട്ട്, ID കാർഡ്, ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പൊടിയും തട്ടിവിടുന്ന് മുങ്ങി. ശരിക്കും പെണ്ണ് കിട്ടാത്ത ആ ഒരു മനുഷ്യന്റെ ലൈഫിലേക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ കുറച്ച് വൈകിട്ട് വന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവളോട് അത്രയും ഇഷ്ടവും സ്നേഹമൊക്കെ ആയിരുന്നു, അത്രയും വിശ്വസിക്കുകയും ചെയ്തു. ആ ഒരു വിശ്വാസം പിന്നീട് മറ്റൊരു ലെവലിലേക്ക്, ഒരു സൈക്കോപാത്ത് ലെവലിലേക്കുള്ള ഒരു ദുഃഖമായിട്ട് മാറുകയാണ്. അവളെ കയ്യിൽ കിട്ടാത്തതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ, ആ ഒരു ദുഃഖം, ഇതെല്ലാം പിന്നീട് ഈ ക്യാമറമാൻ തീർത്തത് അഗതികളായിട്ട് വരുന്ന ഇവിടെയുള്ള സ്ത്രീകളെയാണ്. പ്രത്യേകിച്ചും അങ്ങനെയുള്ള സ്ത്രീകളെ അവരുടെ പിറന്ന നാളിൽ തന്നെ സെലക്ട് ചെയ്യും. എന്നിട്ട് അവരെ കൊന്ന് അവരുടെ ഹൃദയം ചൂഴ്ന്നെടുക്കും, അതുപോലെ തന്നെ വിരലുകളും വെട്ടിയെടുക്കും. എന്തായാലും ഒരു സാധാരണ മനുഷ്യൻ സൈക്കോപാത്ത് ലെവലിലേക്ക് ഇങ്ങനെ മാറിയതിന്റെ കാരണം ഒരു സ്ത്രീ തന്നെയാണ്. അപ്പൊ പണ്ടേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള കില്ലിംഗ് ആണ് ഈ നടക്കുന്നതൊക്കെയെന്ന്. എന്തായാലും അത് അതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ഫ്ലാഷ് ബാക്ക് കഴിയുകയാണ്. സോഷിയെ കാണിക്കുകയാണ്. അവളുടെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു കില്ലർ ഉണ്ട്. അവളെ പരമാവധി
പരമാവധി ഈ ഒരു കില്ലർ ഉപദ്രവിക്കുന്നുണ്ട്. ഇതിനുശേഷം മറ്റെന്തോ ആവശ്യത്തിനായിട്ട് ഇയാൾ കാറുമായിട്ട് ഇയാളുടെ ആ ഒരു ടാക്സി കാർ ഇത് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവിടെ ആരുണ്ട്? ജെന്നി ഉണ്ട്, ജുവാൻ ഉണ്ട്, അതുപോലെ തന്നെ ചോയ് ഉണ്ട്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഇയാൾ ഒട്ടും ഈ ഒരു കാര്യം പ്രതീക്ഷയില്ല കേട്ടോ. ക്യാമറമാൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും ജുവാനും ജെന്നിയും ചോയും കൂടിയിട്ട് ഇയാളെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോൾ ഉണ്ടായ ആ ഒരു ബലപിടുത്തത്തിന്റെ ഇടയിൽ ഈ അസിസ്റ്റന്റ് പെണ്ണുണ്ടല്ലോ ചോയ്, അവളുടെ നെഞ്ചിന്റെ ഒരു ഭാഗത്തേക്ക് ഒരു കത്തി ചെറുതായിട്ടൊന്ന് തളച്ചു കയറുന്നുണ്ട്. എന്നാലും ഈ ഒരു സൈക്കോപാത്തിനെ, അതായത് ക്യാമറമാനെ ഇവർ കൈയോടെ പൊക്കി വേഗം തന്നെ ഇപ്പോ ഈ ഒരു ചോയ് ഒരു ഹോസ്പിറ്റലിലേക്ക് ആകുന്നുണ്ട്. എന്നിട്ട് ജെന്നിയും ജുവാനും കൂടിയിട്ട് ഈ സോഷിയെ തെരഞ്ഞു പോവാണ്. കാരണം അവളെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിലാക്കി വെച്ചിട്ടുണ്ടാവും. ഒരുപാട് വൈകിട്ടുണ്ടെങ്കിൽ അവള് മരിക്കുകയും ചെയ്യും. എന്നാൽ ഈ സൈക്കോപാത്ത് ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവനെയും വലിച്ചുകൊണ്ട് നേരെ ഇയാളുടെ സ്റ്റുഡിയോയിലേക്കാണ് ചെല്ലുന്നത്. സ്റ്റുഡിയോ റൂം എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് നോർമലായിട്ട് എല്ലാ ആൾക്കാരൊന്നും കയറി നോക്കാറില്ല. എന്നാലും ഇതുപോലെ സോഷിയെ തെരയാനായിട്ട് കയറിയ സമയത്ത് ഞെട്ടിപ്പിക്കുന്ന പല കാഴ്ചകളും ഫോട്ടോകളും ഇവർ കാണുകയാണ്. അതായത് ഈ ക്യാമറമാൻ സ്ത്രീകളെ കൊല്ലുന്ന സമയത്ത് അവർ ദയനീയമായിട്ട് കരയുള്ളൂ. ആ ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ ഓരോ ഭാഗത്തായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ സൈക്കോപാത്തിന്റെ ആ ഒരു സൈക്കോസിന്റെ ലെവൽ എത്രത്തോളാണെന്ന് അറിയണമെങ്കിൽ ഈ കരയുന്ന സ്ത്രീകളുടെ ആ ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ, അത് ഇയാളുടെ കയ്യിൽ വെച്ച് തൊട്ടടുത്ത് തന്നെ ഒരു ടേബിളും വെച്ച് ആ ഒരു ടേബിളിൽ ഒരു ഭരണി വെച്ച് ആ ഭരണിയിൽ തുരന്നെടുത്ത ഹൃദയം വെച്ച് അവിടെ തന്നെ മുറിച്ചെടുത്ത ആ ഒരു വിരലും വെച്ച് ഇയാൾ നന്നായിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു ചിത്രം എടുക്കും. അങ്ങനത്തെയും കുറെ ചിത്രങ്ങൾ. ഇയാളുടെ ആ ഒരു പ്രതികാര ബുദ്ധി എത്രത്തോളാണെന്ന് നോക്കി. അതുപോലെ ഇയാൾ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചെടുക്കുന്ന ഈ വിരലുകൾ, അതുപോലെ തന്നെ ഹൃദയം, ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ അവസ്ഥ തന്നെയാണല്ലോ ജുവാന്റെ കാമുകിയായിട്ടുള്ള കമീറോയുടെ ഇവൻ ചെയ്തിട്ടുണ്ടാവുക. സോ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയ സമയത്ത് ജുവാന് ഭയങ്കരമായിട്ട് ഭ്രാന്തളകാണ്. ഇവനിട്ട് ചവിട്ടി കൂട്ടുന്നുണ്ട്. എന്ന് ഇതേ സമയത്തിന് ജെന്നി പറയുന്നുണ്ട്, നീ ഒന്ന് അടങ്ങ്, കാരണം ഒരാളെ കൂടെ നമുക്ക് രക്ഷപ്പെടുത്താനുണ്ട് എന്ന് എത്ര പറഞ്ഞിട്ടും ജുവാൻ കേൾക്കണ്ടേ. ഇപ്പൊ ഈ ജെന്നിയെ പിടിച്ച് തള്ളിയിട്ട് ഇയാളെ ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല ജെന്നിക്ക്. അതുകൊണ്ട് തന്നെ ഗണ്ണെടുത്ത് ജുവാന്റെ കാലിലേക്ക് ഒരു അറ്റ വിട്ടിയാണ്. കാരണം ഈ ഒരു സൈക്കോപാത്തിനെ കയ്യിലേക്ക് കിട്ടിയാലേ സോഷിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിലത്ത് വീണ് എടുക്കുന്ന ജുവാനെ മൈൻഡാക്കാതെ ഈ ഒരു സൈക്കോപാത്തിനെയും തൂക്കിയെടുത്തുകൊണ്ട് ജെന്നി അവളുടെ കാറിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അവന് ഭീഷണിപ്പെടുത്തിയിട്ടും അതെന്ന് പറഞ്ഞിട്ടൊക്കെ അവസാനം അവൻ ആ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു പഴയ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ മുഖത്ത് വലിയ പേടിയൊന്നുമില്ല. പാട്ടും പാടിയിട്ടാണ് അവന് മുന്നോട്ടേക്ക് അങ്ങനെ പോകുന്നത്. പിന്നാലെ തന്നെ ഇപ്പൊ ജെന്നിയുണ്ട് കേട്ടോ. അങ്ങനെ ഒരു റൂമിന്റെ മുന്നിലേക്ക് എത്തുകയാണ്. അതിന്റെ വാതിൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ലോക്ക് ആയിരുന്നു കേട്ടോ. അത് അവൻ ഇങ്ങനെ അടിക്കുകയാണ്. പതിയെ വാതിൽ തുറന്നു വന്നു. എന്നാൽ ആ ഒരു സമയത്ത് ജെന്നിയെ കബളിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് അവൻ ആ ഒരു റൂമിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്നാൽ കൈ വെച്ച് ആ ഒരു വാതിൽ അടയാൻ സമ്മതിക്കാതെ ജെന്നിയും അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അതുകൊണ്ട് തന്നെ ഗണ്ണ് കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട്. താഴേക്ക് വീണ ജെന്നിയുടെ തല പിടിച്ച് ചുമരിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സൈക്കോപാത്ത്. അധികം വൈകിയാല് ഇനിയും ഇതുപോലൊരു 4-5 തവണ കൂടെ അവളുടെ തല തറയിലിട്ട് അടിക്കുകയാണെങ്കിൽ തല പൊളിഞ്ഞു പോകും. പക്ഷെ ഈ ഒരു സമയത്ത് എന്തോ ഒരു ആവേശം, ഒരു എനർജി അവളുടെ ഉള്ളിലേക്ക് വരികയാണ്. ഗണ്ണ് ഏന്തി പിടിക്കുകയാണ്. മുകളിലേക്ക് നോക്കി ചറ പറയാന്ന് പറഞ്ഞിട്ട് ഒരു 5-6 തവണ ഇയാളുടെ തലക്കിട്ട് പൊട്ടിക്കുകയാണ്. സൈക്കോപാത്ത് അവസാനം സ്പോട്ടിൽ തന്നെ ഡെഡ് ആവുന്നുണ്ട്. മാത്രമല്ല, ഇയാൾ ഈ ഒരു മുറിയിലേക്ക് കടന്ന ഉടനെ തന്നെ ഒരു പ്രത്യേകതരം വാതകം ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് റിലീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരെ മയക്കുന്ന ഒരു പ്രത്യേകതരം വാതകം. അത് ശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോ ഈ കമീറയുടെ ചേട്ടത്തി സുഷി മയങ്ങിക്കെടുക്കുന്നത്. അതുപോലെ തന്നെ വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി ലോക്ക് ആയി കഴിഞ്ഞു. അത് തുറക്കണമെങ്കിൽ നമ്പർ ലോക്ക് വേണം. പക്ഷേ അത് ജെന്നിക്ക് അറിയില്ലല്ലോ. വിളിച്ച് ആരോടെങ്കിലും സഹായം ചോദിക്കാനാണെങ്കിൽ ഇപ്പൊ നിലവിൽ ജെന്നിയുടെ കയ്യിൽ ഫോണും ഇല്ലായിരുന്നു. അങ്ങനെ അത് പതിയെ ശ്വസിച്ച് അവള് തളർന്ന് നിലത്ത് വീണു പോവാണ്. അധികം വൈകാതെ തന്നെ ഇത് ശ്വസിച്ചുകൊണ്ട് ഇതിന്റെ ഉള്ളിൽപ്പെട്ട് അവള് രണ്ടുപേരും മരിച്ചു പോകും. അങ്ങനെ മരണത്തെ കൺമുന്നിൽ കണ്ട സമയത്ത് പെട്ടെന്ന് അവളുടെ ഉള്ളിലേക്ക് പഴയ ചില ഓർമ്മകൾ വരികയാണ്. അതായത് അവളുടെ ഭർത്താവ് ഉണ്ടല്ലോ, അവനുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സ്വകാര്യ നിമിഷത്തിൽ അവനൊരു കാര്യം നമ്മുടെ ഈ ഒരു ജെന്നിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മുന്നോട്ടേക്ക് ജീവിക്കാൻ സമയത്ത് ചിലപ്പോൾ നിന്റെ ലൈഫിൽ ഞാൻ ഉണ്ടാവും, ചിലപ്പോൾ ഇല്ലാതിരിക്കും. അതൊക്കെ ഓരോരുത്തർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ ജെന്നി, ഇനിയിപ്പോ ഞാനില്ലെങ്കിൽ നീ ഒറ്റക്കായിട്ടുണ്ടെങ്കിൽ തളരരുത്. നിന്റെ ജീവിതം അത് നിന്റേതാണ്. ഫൈറ്റ് ചെയ്യണം, മുന്നോട്ടേക്ക് പോകണം. അതായത് ഒരിക്കലും മരിച്ചു കളയരുത് എന്ന് തന്നെയാണ് ജെന്നിയോട് അവളുടെ ഹസ്ബൻഡ് പറഞ്ഞത് കേട്ടോ. ആ ഒരു എനർജി വെച്ചുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഓർത്തെടുത്ത് അവിടെ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ സിലിണ്ടർ ഉണ്ടാവുമല്ലോ, അതെടുത്തുകൊണ്ട് ഈ ഒരു വാതിലൊരു നല്ല പവർഫുൾ ആയിട്ടുള്ള ചില്ലുണ്ടായിരുന്നു. അതിൽ ആഞ്ഞ് ഒരുപാട് തവണ കുത്തി അവസാനം അത് പൊളിഞ്ഞു വീഴുകയാണ്. ഇപ്പൊ ഒരിച്ചിരി ശുദ്ധവായു കിട്ടുന്നുണ്ടല്ലോ. അവള് പുറത്തേക്ക് പതിയെ തല വെച്ചുകൊണ്ട് ആ ഒരു വായു ശ്വസിക്കുകയാണ്. ഇതിനുശേഷം മയങ്ങിക്കിടക്കുന്ന സുഷിയെ കൊണ്ടുവന്നിട്ട് അവൾക്കും ഇത് ശ്വസിക്കാൻ കൊടുക്കുകയാണ്. എന്തായാലും പിന്നീട് ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസും കാര്യങ്ങളൊക്കെ എത്തുകയാണ്. കില്ലറെ കണ്ടുപിടിച്ചെങ്കിലും ജീവനോടെ കിട്ടിയില്ല. അവൻ അവിടെ മരണപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ കുത്തേറ്റ് നമ്മുടെ ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവള് രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ കാലിന് വെടിയേറ്റ് ചുവാന് അവന് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവന്റേതും ഓക്കെ ആവുകയാണ്. കുറ്റവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവന് ഫ്രീ ആയിട്ട് തന്നെ ഇനി പുറത്തു പോവാം. എന്തായാലും സിനിമയുടെ അവസാനം കാണിക്കുന്നത് നമ്മുടെ ജോയ് ജെന്നി രണ്ടുപേരും ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന അവരുടേതായ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസാരം കാണിച്ചുകൊണ്ടാണ്. സോ ഇവിടെ വെച്ച് കഥ തീരുകയാണ്. എങ്ങനെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയണം. ഇൻവെസ്റ്റിഗേഷൻ മൂവി ഇഷ്ടമാണ്, ടിസ്റ്റ് അടിപൊളിയാണ്, ഇതുപോലുള്ള കഥകൾ ഇഷ്ടമാണെന്നൊക്കെ ചുമ്മാ പറയുന്നേ. ഇത്രയും നേരം വീഡിയോ കണ്ട നിങ്ങൾക്കാണ് ഒരു കമന്റ് ഇടാൻ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിക്കാൻ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, പിന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ, എല്ലാത്തിനും കൂടി ഒരു 30 സെക്കൻഡ് പോരെ. പറ്റുന്ന അത്രോളം സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ
നമുക്ക് വീണ്ടും കാണാം. ബൈ.